സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആളെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇപ്പം എയറിലാണ്. സ്വന്തം പ്രസവമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ധീര വനിത. സ്വന്തം സ്ഥാപനത്തിലെ തൊഴിലാളികൾ പണം അവരെ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തിയ നമ്മുടെ മറ്റേ പുള്ളിയുടെ മകളാണെന്നേ. പുള്ളിക്കാരിയുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട് കേട്ടോ. അതിപ്പം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും അമ്മമാരും സഹോദരിമാരൊക്കെ എടുത്തിട്ട് അങ്ങ് തേച്ചൊട്ടിക്കുക. അതായത് ഇവർ 2-3 പേരുണ്ടല്ലോ, ഇവരെ കൊണ്ടാണ് ഈ കേരളത്തിലെ മറ്റുള്ള യൂട്യൂബർമാരെല്ലാം ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ടുള്ളൊരു സാധനം. ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെയൊക്കെ ഇവിടുത്തെ ആളുകൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലെവലങ്ങ് പൊങ്ങും. വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അവിടെ കയറി പൊങ്കാലയിടും കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഒന്നും കണ്ടാല സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ലെവളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നെ മതി തന്നെയായിരുന്നു. അതായത് സ്വന്തം അമ്മായിമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അഹങ്കാരം തലേ കയറി മത്ത് പിടിച്ചിട്ട് മോള് കാട്ടിക്കുട്ടിയതെല്ലാം. എന്നാൽ ഇപ്പം ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ആസ്മി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇട്ടത്. അതിനകത്ത് ഒരു പുള്ളി ദിയടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് യു വാണ്ട് ടു സേ ടു ദി പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ്? അപ്പം ദിയ കൊടുത്തൊരു മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. Some days I do charities like that for my fellow YouTubers. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. Let them make a little money with my cute pictures and stolen content. ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ്സ് പഠിപ്പിക്കാണ്ടി കോമരം. ഇവരെ വെച്ച് മാത്രമാണല്ലോ എല്ലാ യൂട്യൂബേഴ്സും കേരളത്തിൽ ജീവിക്കുന്നത്. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഇവരുടെയൊക്കെ പുച്ഛം ഉണ്ടല്ലോ, ഇതാണ് ഇവർക്കൊക്കെ ഏറ്റവും വലിയൊരു അടി. പെണ്ണൊരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാം തന്നെയാണ്. നിങ്ങൾക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അതെടുത്ത് വെച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ, പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. അച്ഛൻ തരാൻ പറഞ്ഞത് ഫിഗ്, ഡേറ്റ്സ്, ബദാം എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എനിക്ക് താൻ അമ്മയെ കൊണ്ട് മേളി വിടും. എന്തോ എങ്ങനെ? താൻ അമ്മയെ കൊണ്ട് മേളി വിടും. താൻ അമ്മയെ കൊണ്ട് മോളിൽ വിടും. പറഞ്ഞു കേട്ടല്ലോ, അമ്മ എന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നുണ്ട്. അതല്ല ഉദ്ദേശം, ഞാൻ മനസ്സിലായ? ആ അമ്മയെ വെച്ചിട്ട് തന്നെ ഇവർ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്. മീനാമ്മ റെസിപ്പി എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. മീനാമ്മയുടെ മറ്റേ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഉളുപ്പുണ്ടോ? പണ്ടിട്ട വീഡിയോസ് എല്ലാം പൊങ്ങി വരുമെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടായ വളരെ നന്നായിരിക്കും. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? അപ്പൊ നിങ്ങളിത് കണ്ടല്ലോ അല്ലേ? ഭർത്താവിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ എല്ലാരെയും കയറി എങ്ങനെയാണ് അമ്മയെന്ന് വിളിക്കാൻ പറ്റുക അല്ലേ? എന്താ നമ്മൾ ഇതിനൊക്കെ ഒരു മറുപടി കൊടുക്കേണ്ടത്? ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ട കേരളത്തിലെ സ്ത്രീ സമൂഹമാണ്. കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ, ഒരു വീട്ടിൻ്റെ സ്വകാര്യത മുഴുവൻ പകർത്തി പണം ഉണ്ടാക്കാൻ വേണ്ടി ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ അത് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്ത് കാശുണ്ടാക്കുന്ന ഇവർ കാണിക്കുന്ന തോന്നിയാസം ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ അവരുടെ നെഞ്ചത്തോട്ട് കയറുക. സ്വന്തം വീട്ടിലിരിക്കുന്ന ഭർത്താവിൻ്റെ നെഞ്ചത്ത് കയറുന്നതിനേക്കാണ് ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത്. എന്തായാലും ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ കാണുന്നതാണല്ലേ. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെയാണ്. സ്ത്രീ സമൂഹമാണ് മറുപടി കൊടുക്കേണ്ടതും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.